ഹായ് ഹലോ, കുട്ടി വിളീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് എൻ്റെ ചേച്ചിയുടെ നാട്ടിലാണ് കേട്ടോ. അത് മലപ്പുറം പൊന്നാനി മാറഞ്ചേരി എന്ന സ്ഥലം കേട്ടോ. അവിടെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ അവിടെ എത്തിയിട്ട് അകത്ത് തന്നെ ഇരുന്ന് മടുത്ത കാരണം നമുക്ക് അടുത്തുള്ള ക്ഷേത്രത്തിലൊന്ന് പോകാമെന്ന് ഓർത്ത് നമ്മൾ അവിടുത്തെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാഴ്ചയാട്ടോ നിങ്ങൾ കാണുന്നത്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പേര് കുമ്മിൽ മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് കേട്ടോ. നമ്മൾ ഈ നാട്ടിൽ പോയിട്ട് ഫസ്റ്റ് ടൈമാണ് അവിടുത്തെ ക്ഷേത്രമൊക്കെ ഒന്ന് കാണുന്നത് കേട്ടോ. നമ്മുടെ നാടുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തായാലും എൻ്റെ കുറുമ്പൻ്റെ പോണ പോക്ക് കണ്ട അവൻ എന്തായാലും നല്ല മൂഡിൽ അവൻ ഓട്ടോ ഇറങ്ങി അവൻ ഓട്ടോ കേട്ടോ. അവനവിടുത്തെ മണലാണ് അവിടെ കൂടുതലും. അപ്പോൾ അവൻ ആ മണലിൽ കിടന്നിങ്ങനെ കളിക്കാനും ഓടാനൊക്കെ അവന് നല്ല രസമായിട്ട് തോന്നി. ഇതാണ് നമ്മുടെ ക്ഷേത്രം. അവിടെ ചേട്ടനും അനിയനും കൂടെ നല്ല ഓട്ടമാണ് കണ്ടില്ലേ, നല്ല വൈബാണ് അവർ. അവർക്കാണെങ്കിൽ ആ മണലിൽ കളി, കുട്ടിക്കുറുമ്പനാണെങ്കിൽ വല്ലാതെ അങ്ങ് പിടിച്ചു പോയി കേട്ടോ ആ മണലിലുള്ള കളി. അവനാണെങ്കിൽ അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല. ഞങ്ങൾ വരുന്നേ വാ എന്നുള്ള മൂഡിൽ ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ കയറി കേട്ടോ. അതെ, മെല്ലെ ആടിപ്പാടി വരുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ക്ഷേത്രത്തിനകത്ത് ദർശനത്തിനായിട്ട് കയറാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. വെയിറ്റ് ചെയ്തിട്ടാണ് ആശാൻ വരവ് കണ്ടില്ലേ, വരാനായിട്ട് കഴിയില്ല, അവിടെ മണലിൽ കളിക്കുന്ന ആൾക്ക്. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് കയറി വാടാ, നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കളിക്കുക എന്നുള്ള മൂഡിൽ ആളതേ കണ്ടില്ലേ, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങ് ചാടും എന്നുള്ള വൈബിൽ അവൻ വിളി 4 കുട്ടിക്കുറുമ്പന് കയറണ്ട കണ്ടില്ലേ. ഒരു കണക്കിന് കുട്ടിക്കുറുമ്പനകത്ത് കയറ്റി പിന്നെയുള്ള കളിയാണ് കാണുന്നത്. അവിടുത്തെ കൊടിമരത്തിൻ്റെ മേലിലോട്ടൊക്കെ വലിഞ്ഞു കയറാനൊക്കെ നോക്കുമോ. കുറുമ്പനാൾ മഹാകുസൃതിയാണ് കേട്ടോ. എന്തായാലും നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ കയറി കുറച്ചങ്ങ് കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറുമ്പൻ മടുത്തു. ഇതാണ് നമ്മുടെ ക്ഷേത്രം. ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പിന്നെ എൻ്റെ കയ്യിൽ കുറുമ്പൻ ചാടി കയറി അവൻ മടുത്തു കേട്ടോ. ഓടി നടന്ന് അവൻ മടുത്തു. പിന്നെ ചുറ്റമ്പലം വലം വെക്കാനായിട്ട് അവന് മടുപ്പായി. അങ്ങനെ എൻ്റെ കൈ കയറിയിരുന്ന് ഞങ്ങൾ ഒന്നിച്ച് ചുറ്റമ്പലം വലം വെച്ച് തൊഴുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എന്തായാലും നമുക്ക് സന്തോഷമായി. അവിടെ നമ്മൾ എന്തായാലും ഫസ്റ്റ് ടൈമല്ലേ. അപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിലുള്ള കീഴ്ശാന്തിയും ഭാരവാഹികളൊക്കെ നമ്മളോട് നല്ല രീതിക്ക് തന്നെ വേറൊരു സ്ഥലത്തു നിന്ന് വരുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ മര്യാദയൊക്കെ നമുക്ക് തന്ന് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളും അവിടുത്തെ ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ അവർ തിരക്കി അവർക്ക് ഭയങ്കര നമുക്ക് ഇവിടുത്തെ രീതികളൊക്കെ അവർ പറഞ്ഞു തന്നു. നമുക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കണ്ടില്ലേ, ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുന്ന കാഴ്ചയാണ് കാണുന്നത്. കുറുമ്പന്മാരെന്തായാലും 2 പേരും സൈലൻ്റായിട്ട് വികൃതികളൊന്നുമില്ലാതെ ഭഗവാനെ കണ്ട് തൊഴുതു. അവിടെ നിന്ന് നമുക്ക് കീഴ്ശാന്തി കൊണ്ടുവന്ന് നമുക്ക് പായസം തന്നു കേട്ടോ. പാൽപ്പായസമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കും എൻ്റെ കുറുമ്പനും ഭയങ്കര ഇഷ്ടം. കുറുമ്പൻ ഒറ്റയടിക്ക് ഒരു ഗ്ലാസ് പായസം കുടിച്ച് തീർത്ത് കേട്ടോ. കണ്ടില്ലേ, ഫിനിഷ്. അവനെന്തായാലും അതും കൂടാതെ എനിക്ക് തന്ന പായസം കൂടെ അവൻ കുടിച്ച് തീർത്ത് കളഞ്ഞു കേട്ടോ. അവന് വല്ലാണ്ട് ഇഷ്ടം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗ്ലാസ് പാൽപ്പായസം കൊണ്ടുവന്ന് തന്നു കേട്ടോ. അവിടുത്തെ കീഴ്ശാന്തി കൊണ്ടുവന്നത് നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കുറുമ്പനോട് ചോദിച്ചു പായസം എങ്ങനെയുണ്ട്, സൂപ്പറാന്ന് പറഞ്ഞു കുറുമ്പൻ. കുറുമ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ പായസമാണെന്ന് തോന്നണം കേട്ടോ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മഹാവിഷ്ണു ക്ഷേത്രം. ക്ഷേത്ര പരിസരങ്ങളാട്ടോ നമ്മൾ കാണുന്നത്. നമുക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഏറ്റവും കൂടുതലും പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ക്ഷേത്രമാണ് കേട്ടോ. പോകുന്നത് നമ്മൾ ക്ഷേത്രത്തിലാണ്. വേറെ വെളിയിലൊന്നും വലുതായിട്ടൊന്നും നമ്മൾ പോകാറില്ല. കൂടുതലും പോകുന്നത് ക്ഷേത്രത്തിലാണ് കേട്ടോ. ആ ഒരു കാഴ്ചയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൽ തൊഴുത് നമ്മൾ ഇറങ്ങി. മണ്ണ് വിട്ടുള്ള കളിയില്ല. ചേട്ടൻ മുണ്ടൊക്കെ മടക്കി കുത്തി വരുന്ന വരവ് കണ്ടോ, പൊളിച്ച് കണ്ടില്ലേ. പിന്നെ എന്തായാലും കുറുമ്പന്മാരുമായിട്ട് നമ്മളത് രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നതല്ലേ, അപ്പോൾ എന്തായാലും കുട്ടിക്കുറുമ്പന്മാർക്ക് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ 2 പേരുമായിട്ട് നമ്മൾ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. നമ്മൾ കണ്ടില്ലേ, കുടുംബശ്രീ ചേച്ചിമാരുടെ ഹോട്ടലാണ്, അമ്മയൂൺ എന്ന് പറഞ്ഞ ചെറിയൊരു ഹോട്ടലാണ്. അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കയറി. ഉള്ളിൽ തന്നെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, നല്ല വൃത്തിയുള്ള ഹോട്ടലാണ്. അവിടെ നിന്ന് മസാല ദോശ ഓർഡർ ചെയ്തു. അവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് മസാല ദോശയും ചായയും നമുക്ക് തന്നു കേട്ടോ. എന്തായാലും ചേട്ടനും അനിയനും എന്തായാലും ദോശയൊക്കെ കഴിച്ചു. ചേട്ടൻ എന്തായാലും ഇഷ്ടപ്പെട്ടു മസാല ദോശ. അവൻ എന്തായാലും ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ. പിന്നെ കുട്ടിക്കുറുമ്പനാണെങ്കിൽ മസാല ദോശയുടെ മസാല അത്ര പിടിച്ചില്ല. പക്ഷേ ചേട്ടന് ഇഷ്ടം മസാല ദോശയായിരുന്നു കേട്ടോ. കുട്ടിക്കുറുമ്പനെ ഞങ്ങൾ അതുകൊണ്ട് മസാല ദോശയിലുള്ള ദോശ മാത്രം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അവൻ ആ മസാല ഇഷ്ടപ്പെട്ടില്ല.
പിന്നെ ഇതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ ഇതാണ്. എന്തായാലും നമ്മുടെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ കണ്ടല്ലോ, നമ്മുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ബെൽ ബട്ടൺ അങ്ങ് അമർത്തി പൊട്ടിക്കുക കേട്ടോ. ഇത് ആ പരിസരത്തുള്ള കുഞ്ഞു പൂക്കളാട്ടോ. അത് കണ്ടപ്പോൾ എനിക്കൊരു രസം തോന്നി, അങ്ങനെ ഞാൻ പകർത്തിയ കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ ബൈ ബൈ. ഓക്കേ.